പേടിപ്പിക്കണ രാവിലെ. അവളെവിടെ? എവള്? അവളെവിടെയെന്ന്? അവൾ അടുക്കളയിലുണ്ട്. അവൾക്ക് ഈ അടുക്കളയിൽ എന്താ കാര്യം? പിന്നെ പെണ്ണുങ്ങൾ പിന്നെ അടുക്കളയില്ല, പിന്നെ തട്ടുപ്പുറത്താണ് ഇരിക്കുന്നത്. അതെ, അവള് കണ്ടവന്റെ അടുക്കള നനയേണ്ട കാര്യമില്ല. അവൾ അടുക്കളയിൽ തന്നെ നിൽക്കണത്. നീ ഏതവളുടെ കാര്യമാണ് പറയുന്നത്? എന്റെ അവളെ കാര്യം ഞാൻ പറഞ്ഞത് എന്റെ അവിടെയുള്ള അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ അവൾ ഇവിടെ അടുക്കളയിലുണ്ട്, നിന്റെ അവളോട് എനിക്ക് അറിഞ്ഞൂടാ. അത് നീ അന്വേഷിക്കണം. ഇവിടെ കളിക്കാതെ അവളെ അടുക്കളയിൽ നിങ്ങോട്ട് ഇറക്കി വിട്ടെ. അവളെ ജമന്തി വാ. എന്താ അതെ, അവിടെയുള്ള അവള് ഇവിടെയുള്ള അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിടുവോ? ആര്? നാത്തൂനാ? ആ, നാത്തൂന് ഇവിടെ ഒന്നുമില്ല. എടി തങ്കം അവിടെ പോയി കണ്ടായിരുന്നു തങ്കത്തിന്. നാത്തൂനാ? നാത്തൂൻ രാവിലെ ഇങ്ങോട്ട് പോണുണ്ട്. ആ, എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഞാൻ കൂടുതൽ തമാശ കളിക്കണ്ട. അവിടെ അടുക്കള ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. അവിടെ ആരും ഇല്ല. നാത്തൂൻ എങ്ങോട്ടോ പോണുണ്ട്. ആ, ഞാൻ ചോദിച്ചപ്പോ പറയുക, ഞാൻ തന്നെ അധ്വാനിക്കണം, ഞാൻ തന്നെ വെച്ച് വിളമ്പണം, പിന്നെ തല്ലും കൊള്ളണം, എനിക്ക് ഇവിടെ ആരും ഇല്ല, ഞാൻ അമ്മാവിന്റെ അടുത്തോട്ട് പോവാന്ന്. ആ ആ, അതല്ലേ മുഖമൊക്കെ ഇങ്ങനെ കടന്നല് കുത്തിയ പോലെ ഇരിക്കുവായിരുന്നു. അതൊന്നുമല്ല, എന്തോ പ്രശ്നം. കയ്യില് ഇടത്തെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഇടത്തെ തോളി ഇങ്ങനെ തിരുമിയാ പോയത്. ആ, അപ്പൊ ഞാൻ വിചാരിച്ചു നീ ചിലപ്പോ രാത്രി എങ്ങനെ ഉറങ്ങുന്ന വഴി അങ്ങനെ അപ്പോഴെന്തെങ്കിലും ഉളുക്ക് വല്ലതും വന്നതാണ്. ആ, ഞാൻ ചോദിച്ചിട്ട് എന്നോ എന്റെ അടുത്തൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞോണ്ട് പോവായിരുന്നോളൂ, സംസാരിക്കുന്നുണ്ടായിരുന്ന പോകുന്ന വഴിയിൽ അങ്ങനെ. ഇത് വനിതാ കമ്മീഷനാ, പിന്നെ എന്താണ് കുടുംബ കോടതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കയറാൻ വരുവാ. ഭയങ്കര ദേഷ്യം. എനിക്ക് തോന്നുന്നത് അവളുടെ മുഖം കടന്നൽ കുത്തി പോലെ ഉണ്ടായിരുന്നു. ഇടത്തെ കയ്യിൽ സഞ്ചിയുണ്ട്. ഇടത്തെ കയ്യിൽ ഇങ്ങനെ സഞ്ചി, വലത്തെ കൈ എന്ത് ചെയ്യുന്നു? വലത്തെ കൈ ഇങ്ങനെ അല്ല, ഇങ്ങനെ തിരുമ്പ ഈ ഷോൾഡറിൽ ഇങ്ങനെ അവിടെ എന്തെങ്കിലും ആഘാതം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇതിനവളെന്താ പറഞ്ഞിട്ട് പോയെന്താണ്? വനിതാ കമ്മീഷൻ കുടുംബ കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് പോണു. അറിയത്തില്ല എങ്ങനെയാന്ന്. നീ അമ്മാവന്റെ അടുത്തോട്ടാണോന്ന് അറിയത്തില്ല. കുടുംബ പ്രശ്നം എവിടെ? അവിടെ ഒരു കുടുംബ പ്രശ്നമുണ്ട്. പിന്നെ അവള് വനിതാ കമ്മീഷനും പോലീസും. അതെനിക്കറിയില്ല. അവിടെ പ്രശ്നമൊന്നുമില്ല. അവിടെ പ്രശ്നമില്ല. ഇല്ല. ഉറപ്പല്ലേ? അല്ല, കാപ്പി കഴിച്ചോ? നീ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. എടി ഉള്ള കാര്യം പറയല്ലേ, ഇന്ന് അവള് ചമ്മന്തി കിടല ചമ്മന്തിയായിരുന്നു. നീ എനിക്കൊന്ന് ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം ഈ കടുവ എടുത്ത് താളിച്ചോ? അതെ, പരീക്ഷണം നടത്തിയത് ആണല്ലേ? കിട്ടിയില്ല. ഇപ്പൊ പറയുമ്പോ തന്നെ നാവ് വെള്ളം ഊരുന്നു. ഒരു കാര്യം ചെയ്യും, അളിയന് ആ ചമ്മന്തി കുറച്ച് ദോശ എടുത്ത് കൊടു, കഴിക്കട്ടെ. എന്തുവേട്ടാ, ആകെ 6 ദോശ ഉണ്ടാക്കിയത്. ദിവസം 2 എണ്ണം കഴിക്കുന്ന ഏട്ടൻ ഇന്ന് 4 എണ്ണം കഴിച്ചു. എനിക്ക് തന്നെ 2 എണ്ണമാണ് കിട്ടിയത്. ഇല്ലേ കുറച്ച് മാവില്ലേ? ഞാൻ ഇപ്പൊ പാത്രം കഴുകി വെച്ചിട്ടാ വരുന്നത്. തീർന്നു. അത് കുഴപ്പമില്ല. അല്ല, അളിയനില്ലേ? അങ്ങനെ പോലെ നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് ഊണങ്ങ് റെഡിയാവും. ഊണ് വെച്ചിട്ട് പോവാ. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഊണൊക്കെ എപ്പോഴേ ആയി. 2 പേർക്കുള്ള ചോറാ ഇന്ന് ഉണ്ടാക്കിയത്. അതിന്നാ തക്കളിക്കും കൂടെ സ്കൂളിൽ കൊടുത്തു വിട്ടത്. അയ്യോ, കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ കൈവിടേ. എന്തുവായിട്ടാ, ഇവിടെ അരി തീർന്നിരിക്കുവല്ലേ. വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോ അരി മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അരി ഒന്നും ഉണ്ടാക്കി നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അവിടെ അരിയുണ്ട്, അത് ഞാൻ എടുത്ത് അടുപ്പിലിട്ട് വേവിച്ചാൽ അതങ്ങ് വേവും. പിന്നെ ഒരു നേരം ആരും കഴിച്ചില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല. ഇതൊന്നും ഉണ്ടാക്കാൻ പെണ്ണുങ്ങൾ തന്നെ വേണമെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടുമില്ല. ഗൾഫിൽ കിടക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ, തന്നെ വേവിച്ച് കഴിക്കണേ. ഞാൻ ഉണ്ടാക്കിയാൽ ഇതൊക്കെ ആവും. നാണമില്ലല്ലോ ദോശയുടെ കണക്കും പറയാൻ. പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, അവളുമാരില്ലെങ്കിൽ പിന്നെ അടുക്കള അങ്ങ് ബന്ധാണ്.
എല്ലാ സാധനവും തോന്നിയ പോലെ കൊണ്ടങ്ങ് വെക്കും. തക്കളി ചെറുതല്ലേ, തക്കളിക്ക് കുറച്ച് മതിയല്ലോ. കഞ്ഞിയെങ്കിൽ കഞ്ഞി കുടിച്ചാലും നമ്മുടെ ആരോഗ്യം ഒരു കുഴപ്പമുണ്ടാവില്ല. കഞ്ഞി അച്ചാറും തന്നെയാണ് നല്ലത്. ഈ സാധനം